രാജ്യത്ത് വരുന്ന മാറ്റം അറിയണമെങ്കിൽ രാജ്യത്തെ യുവജനതയുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ മതി. കാരണം കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ മനസ്സിലാവുന്നത് വളർന്നു വരുന്ന യുവതലമുറയ്ക്കാണ് എന്നുള്ളതിനാലാണ്. കഴിഞ്ഞ ഒരു വർഷമായി കണ്ടുവരുന്ന ഒരു വലിയ ട്രെൻഡ് എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജെൻ സി പരിപൂർണമായി നരേന്ദ്രമോദിക്ക് എതിരായിരിക്കുകയാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന യുവജനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഡ്രമാറ്റിക്കായ ചേഞ്ച് രാജ്യത്ത് വരുമ്പോൾ മാത്രമാണ് കൊച്ചു കുട്ടികളിൽ പോലും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള ആളുകൾക്കറിയാം നരേന്ദ്രമോദിക്ക് എതിരായുള്ള, നരേന്ദ്രമോദിയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന പോസ്റ്റുകളാണ് ഇവിടെയെല്ലാം ബഹുഭൂരിപക്ഷവും എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 4 വൈറലായ സോഷ്യൽ മീഡിയ വീഡിയോകളാണ്. അതിൽ 3 വീഡിയോകൾ യുവജനങ്ങളിൽ നിന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വൈറലായ വീഡിയോ ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയുടേതാണ്. മോദി രാജ്യത്ത് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികളെ തുറന്നു കാണിക്കുന്ന ഈ വീഡിയോകൾ നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ആദ്യം ഈ കൊച്ചു സുന്ദരിക്കുട്ടിയുടെ വൈറൽ വീഡിയോ കാണാം. അല്ലയോ നരേന്ദ്ര, സിലിണ്ടർ നൽകൂ. ഏ നരേന്ദർ, ദേ സിലിണ്ടർ. അങ്ങനെ വെറും 4 വാക്കുകൾ മാത്രമാണ് പ്രധാനമായി ഈ സുന്ദരിക്കുട്ടിയുടെ പാട്ടിലുള്ളത്. എത്ര മനോഹരമായി നിറഞ്ഞ ചിരിയോടെയാണ് ഏതാണ്ട് 5-6 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഈ കൊച്ചു പെൺകുട്ടി ഈ പാട്ട് പാടുന്നത് എന്ന് കണ്ടല്ലോ. ഇത്ര കൊച്ചു പെൺകുട്ടിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം 100% ശരിയാണ് എന്ന് ഉറപ്പിച്ചുകൊള്ളൂ. നരേന്ദ്രമോദി ഫിനിഷ്ഡായി ഇരിക്കുകയാണ്. ഇനി അടുത്തത് 2 ജെൻസി ആൺകുട്ടികളുടെ റീലാണ്. മോദി പണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. യുവജനങ്ങളോട് റീൽ ഉണ്ടാക്കി പണം സമ്പാദിക്കണമെന്ന് മോദി പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ വളരെയേറെ യുവജനങ്ങൾ. വെറും 20 സെക്കൻഡുള്ള ഇവരുടെ ഈ വീഡിയോ കണ്ടുകൊള്ളൂ. मोदी तुम संघर्ष करो, अंधभक्त तुम्हारे साथ हैं। मोदी तुम ट्रम्प की गुलामी करो, मूर्ख तुम्हारे साथ है। मोदी तुम रसिया से तेल मत लो, पनौती पुत्र तुम्हारे साथ है। मोदी तुम साइंटिस्टों को जेल में डालो, गोबर खाने वाला तुम्हारे साथ है। मोदी तुम रेपिस्टों को बाहर निकालो, मूत्र पीने वाला तुम्हारे साथ है। मोदी तुम पढ़े लिखों को पप्पू बोलो, जाहिल तुम्हारे साथ हैं। ഇവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇവയാണ്. മോദി നിങ്ങൾ പോരാടിക്കൊള്ളൂ, അന്ധഭക്തന്മാർ നിങ്ങൾക്കൊപ്പമുണ്ട്. മോദി നിങ്ങൾ ട്രംപിന് വിടുപണി ചെയ്തുകൊള്ളൂ, മരമണ്ടന്മാർ നിങ്ങൾക്കൊപ്പമുണ്ട്. മോദി നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ദുശകനങ്ങളായ പുത്രന്മാർ നിങ്ങൾക്കൊപ്പം ഉണ്ട്. മോദി നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ജയിലിൽ അടച്ചുകൊള്ളൂ, ചാണകം തിന്നുന്നവർ നിങ്ങൾക്കൊപ്പമുണ്ട്. മോദി നിങ്ങൾ ബലാത്സംഗികളെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടുകൊള്ളൂ, മൂത്രം കുടിക്കുന്നവർ നിങ്ങൾക്കൊപ്പമുണ്ട്. മോദി നിങ്ങൾ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെ പപ്പു എന്ന് വിളിച്ചുകൊള്ളൂ, അക്ഷരാഭ്യാസമില്ലാത്തവർ നിങ്ങൾക്കൊപ്പമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. മോദിയുടെ പിന്തുണക്കാർ, മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ് വെറും 20 സെക്കൻഡുള്ള ഈ വീഡിയോയിലൂടെ അവർ വ്യക്തമായി വിവരിച്ചു തന്നത്. അന്ധഭക്തർ, മരമണ്ടന്മാർ, ദുശകനങ്ങളായ ആളുകൾ, ചാണകം തിന്നുന്നവർ, മൂത്രം കുടിക്കുന്നവർ, അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് മോദിയുടെ പിന്തുണക്കാർ എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത്. എത്ര ശരിയായ കാര്യമാണ് എന്ന് ഓർത്തു നോക്കിക്കൊള്ളൂ. 3ാമത്തെ വീഡിയോ ഒരു പെൺകുട്ടിയുടേതാണ്. വെറും 7 സെക്കൻഡിലാണ് സംഘികളെ ഈ പെൺകുട്ടി തുറന്നു കാണിക്കുന്നത്. गैस खत्म होने के बाद कुछ लोग इतनी बड़ी गलती कर रहे हैं क्योंकि उपले जला रहे हैं। भाई अगर आप उपले जलाओगे तो ये अंधभक्त क्या खाएंगे? ആ പെൺകുട്ടി പറഞ്ഞത് ഗ്യാസ് തീർന്നു പോയതിനു ശേഷം കുറച്ച് ആളുകൾ വലിയ തെറ്റാണ് ചെയ്തത്. കാരണം അവർ ചാണക കേക്ക് കത്തിക്കുകയാണ്. സഹോദര, നിങ്ങൾ ഗോബർ കേക്ക് കത്തിച്ചാൽ പിന്നെ അന്ധഭക്തർ എന്ത് കഴിക്കും?
ഉപ്പള എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചാണകം വട്ടത്തിലുള്ള ഷേപ്പിൽ ഉണക്കിയുണ്ടാക്കുന്ന ആ സാധനത്തിനാണ് ഉപ്പള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോബർ കേക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ റീൽ? ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള യുവജനങ്ങൾക്ക്, ജെൻസിക്ക് അന്ധഭക്തർ എന്നാൽ എന്താണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് ഇത് തെളിയിക്കുകയാണ്. ചാണകം തീനികളുടെ ബെർണോൾ മൊമെന്റ്. ഇനി അടുത്തത് ഒരു യുവതിയുടെ വെറും 7 സെക്കൻഡ് മാത്രമുള്ള ഒരു റീലാണ്. ഇവിടെ അവർ കൊറോണ സമയത്ത് മോദി ചാണകം തീനികളായ മന്ദഭക്തരെ കൊണ്ട് പാത്രം കൊട്ടിച്ച് കൊറോണയെ ഓടിച്ച ആ മഹത്തായ അറിവിനെയാണ് വലിയ രീതിയിൽ മാനിക്കുന്നത്. അത് കണ്ടുകൊള്ളൂ. ഗോ കൊറോണ ഗോ, ഗോ കൊറോണ ഗോ എന്ന് പറഞ്ഞതുപോലെ വരൂ LPG വരൂ, വരൂ LPG വരൂ എന്നാണ് പാട്ട കൊട്ടി പാത്രം കൊട്ടി ഈ യുവതി LPG വരുത്തുന്നത്. ഏതായാലും മോദി റീലുണ്ടാക്കി പണം സമ്പാദിക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങളോട് പറഞ്ഞത് അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഇത്തരത്തിലുള്ള റീലുകളാണ്. അതുപോലെ സോഷ്യൽ മീഡിയ എക്സിൽ ഇത്തരം റീലുകൾ നിറഞ്ഞാടുകയാണ്. മോദി വന്ന് രാജ്യം പരിപൂർണമായി നശിപ്പിച്ച് ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഭാവി തല്ലിക്കെടുത്തി ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ഇന്ത്യയുടെ സാമൂഹിക സ്ഥിതി ചരിത്രത്തിലില്ലാത്ത വിധം വഷളാക്കിയെങ്കിലും അതിൽ നിന്ന് ഉണ്ടായ ഒരു ഗുണമാണ് ഇത്. ആളുകൾക്ക് കളിയാക്കി ചിരിക്കാൻ, റീലുണ്ടാക്കി ആളുകളെ ചിരിപ്പിക്കാൻ, ചിന്തിപ്പിക്കാൻ ഒരു കോമാളിയായ പ്രധാനമന്ത്രിയെ ലഭിച്ചു എന്നുള്ളത്. എന്നാൽ ഇതൊന്നും തലച്ചോറിന്റെ കണിക പോലുമില്ലാത്ത മന്ദഭക്തരെ തെല്ലും ബാധിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. മനുഷ്യന് വിവേകം ഉദിക്കണമെങ്കിൽ, മനുഷ്യൻ സത്യം മനസ്സിലാക്കണമെങ്കിൽ അവന് തലച്ചോറ് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി വേണം. തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമുള്ളവർക്ക് കോമൺ സെൻസോ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയോ ഉണ്ടാവും എന്ന് നിങ്ങളിൽ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തണം എന്നാണ്. യൂട്യൂബിൽ സ്ഥിരമായി കമന്റ് ഇടുന്ന മന്ദഭക്തർ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ തലയിലുള്ള കാളകൂട വിഷം ഇറങ്ങുകയില്ല, മറിച്ച് അതിൻ്റെ വീര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ട്. മോദി എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന ആളാണ്, അയാളുടെ മുൻപുള്ള സംസാരം കേട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യും എന്ന് ആത്മാർത്ഥമായി വിചാരിച്ച് മതവിദ്വേഷം ഇല്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുകയാണ്. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം. അമേരിക്ക ക്യാ കഹത്താത എന്ന പേരിൽ ഫേമസ് ആയ ഒരുവനുണ്ടായ ചേഞ്ച്. ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടന്ന, എന്ത് സംഭവിച്ചാലും മോദി തന്നെ വേണമെന്ന് പറഞ്ഞ അവന് മാറ്റം ഉണ്ടായി. അവനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഭ്രാന്തനെ പോലെ ഇരുന്ന അവൻ ഇപ്പോൾ ഒരു ചുള്ളനായി മാറിയിരിക്കുകയുമാണ്, സുമുഖനും സുന്ദരനുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മന്ദഭക്തരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ബോധമുള്ള നല്ല മനുഷ്യരായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അതിന് നിങ്ങൾ തന്നെ മനസ്സ് വയ്ക്കണം. ഈ കൊച്ചു സുന്ദരിക്കുട്ടിയുടെയും മറ്റ് യുവാക്കളുടെയും മോദിയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഈ വീഡിയോകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?